നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ആ ഗുണ്ടകളുടെ തല്ലുകൊണ്ട് കൊക്കയിലേക്ക് വീണതേ വീഴേണ്ടവർ തന്നെയാ. ആ എന്റെ ഭഗവാനെ, നേരാണോടാ? അതെ അമ്മേ, മരിച്ചതിൽ ഒരുത്തൻ കണ്ണനാ. മറ്റേതാരാണെന്നറിയോ? മാർക്കോ. അത് ഉറപ്പിച്ചോ? ഉറപ്പിച്ചത് കൊണ്ടല്ലേ ഞാനത് അമ്മയോട് പറഞ്ഞേ. അമ്മയെ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവനാ, സാഗർ. ആണോടാ? അതേന്നെ, കൂടെ വേറൊരുത്തം പോയില്ലേ, ലോപ്പസ്. അവൻ ഇപ്പൊ സാഗറിന് കൂട്ടിരിക്കുക. എന്റെ ദൈവമേ, എത്ര പെട്ടെന്നാ നീ എന്റെ വിളി കേട്ടത്? കർണമോണി അറിഞ്ഞില്ലേ? അറിഞ്ഞമ്മേ, അറിഞ്ഞു. മോളിപ്പോ പാൽപ്പായസം കുടിച്ച സന്തോഷത്തിലാ. ഇന്നൊരു പാൽപ്പായസം വെക്കാൻ പറയണം നിന്റെ ഭാര്യയോട്. അവിടെ കൈകൊണ്ടുണ്ടാക്കുന്ന പാൽപ്പായസം ഇന്ന് നമുക്ക് കുടിക്കണോടാ. അത് കഴിഞ്ഞ് അവളും അവിടെ മോളും കണ്ണന്റെ ശരീരത്തിനരികിലിരുന്ന് ഇന്ന് കരയുന്നത് നമുക്ക് കാണണോടാ പ്രതാപ. എന്തായാലും ആ മേഘനുണ്ടല്ലോ, അവനാളും പിടിക്കനാ. ആ അതെ അതെ, അവന് ഈ സന്തോഷത്തിന്റെ പാരിതോഷികമായിട്ട് നല്ലൊരു സ്വർണ്ണ ചെയിൻ തന്നെ കൊടുക്കണോടാ. സ്വർണത്തിന് എത്ര വില കൂടി എന്ന് പറഞ്ഞാലും ഞാനേ എന്റെ പഴയ സ്വർണം തരാം മാറ്റി വാങ്ങാനായിട്ട്. അതിനെതിരെ അമ്മ വരുന്നേ. ഒരു സ്വർണ്ണ ചെയിൻ വാങ്ങിക്കാനുള്ള പൈസയൊക്കെ എന്റെ കയ്യിലില്ലേ അമ്മേ? നമ്മുടെ മോളുടെ കുഞ്ഞു പോയ സങ്കടമേ അവൾക്ക് ഇതിലൂടെ തീരുവടാ. കണ്ണം പോയി കഴിഞ്ഞാലേ പിന്നെ സ്വത്തുക്കൾ മഹാലക്ഷ്മിയുടെ പേരിലാണെങ്കിലും അവളെ ഒരു മൂലയ്ക്കാക്കിയിട്ട് ഉണ്ണിക്ക് അതിന്റെ അധികാരം ഏറ്റെടുക്കാൻ പറ്റുമേ? ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഞാനും മേഘനും കൂടെ അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. അവളിപ്പോ എവിടെയാടാ മഹാലക്ഷ്മി? അവൾ ആ സാഗറിന്റെ വീട്ടെങ്ങാണ്ട് ആണെന്ന് അറിയാൻ കഴിഞ്ഞു. ഇനിയിപ്പൊ കണ്ണന്റെ ബോഡി വരുമ്പോ നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് അവളുടെ ഒരു പോക്കുണ്ട്. അത് നിന്റെ തെറ്റായ ധാരണയാണ്. കണ്ണന്റെ ശരീരത്തിനടുത്തിരുന്ന് അവള് നിലവിളിക്കോ കരയോ ഒക്കെ ചെയ്യുമായിരിക്കും. എങ്കിലും അവൾക്കത് ആശ്വാസമാണ്. ഇനിയിപ്പോ വേറൊരുത്തിനെ കേട്ടാലോ അവൾക്ക്. എന്ത് പുല്ലാണെങ്കിലും ശരി, നമ്മൾ ആഗ്രഹിച്ചത് നടന്നല്ലോ, അത് മതി. മാലയിട്ട് മലയ്ക്ക് പോയവന് അയ്യപ്പൻ ദർശനം പോലും കൊടുത്തില്ല. അത്രയ്ക്ക് ദുഷ്ട മനസ്സായിരിക്കും അവന്റെ. ഇതിനു മുമ്പും മണ്ഡലകാലത്തല്ലേ അവന്റെ അച്ഛൻ പോയത്, അവൻ വീൽ ചെയറിലായത്. എടാ അയ്യപ്പസ്വാമിക്ക് ചിലപ്പോ അവനെ കാണുന്നത് ദേഷ്യായിരിക്കും പ്രതാപ. അതുകൊണ്ടാണ് സ്വാമി അവനെ വട്ടമിട്ടിങ്ങനെ പിടിച്ചത്. മേഘനെ സൗരത്തിലൊന്ന് കിട്ടിക്കഴിഞ്ഞാലേ ഞാൻ അവനെ കൊണ്ടൊരു DJ പാർട്ടിക്ക് പോകും. അവനത് വലിയ ഇഷ്ടമാ. എന്നിട്ട് ഞാനും അവനും കൂടെ അവിടെ കിടന്നൊന്ന് തുള്ളിച്ചാടും. അതെ, അവനോട് ഒരു ദിവസം ഇങ്ങോട്ട് വരാൻ പറ. നമുക്കിവിടെ അവനൊരു സദ്യ തന്നെ ഒരുക്കി കളയാം. എന്താ? സ്വാമി നീ കാത്തു. അമ്മ മോളെ, അവിടുന്ന് കോള് വല്ലതും വന്നായിരുന്നോ കണ്ണന്റെ? ആ വന്നല്ലോ അമ്മേ. മല ഇറങ്ങിയെന്നും പറഞ്ഞ് കണ്ണേട്ടനെ ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്തോണ്ടിരിക്കുക അമ്മേ. എന്തുപറ്റി? ഇവിടെ ചില സംസാരങ്ങളൊക്കെ കേട്ടായിരുന്നു, കരുണയുടെ അച്ഛന്റെയും മുത്തശ്ശിയുടെ. അതത്ര പന്തിയായിട്ട് തോന്നിയില്ല മോളെ.